ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയുടെ കയ്യിൽ നിന്നും ഒരു അബദ്ധത്തിന് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് രേവതിയോട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേഗം അച്ഛൻ്റെ അരികിൽ വന്നിട്ട് സംശയങ്ങളൊക്കെ ഓരോന്നായി ചോദിക്കുകയാണ്. അച്ഛൻ എപ്പോഴാണ് അച്ഛമ്മയ്ക്ക് അച്ഛനുണ്ടായത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ സുധി എന്ന് പറയുന്നവൻ എപ്പോഴാണ് ഉണ്ടായത്, എത്ര നാൾ കഴിഞ്ഞിട്ടുണ്ടായെന്നൊക്കെ ഇങ്ങനെ സംശയങ്ങൾ ഓരോന്നോരായി ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇതേ സമയത്ത് രേവതിക്കാണെങ്കിൽ നാണം, അതായത് ഇവനിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആകെ നാണക്കേടായിട്ട് ഇങ്ങനെ സച്ചിയേട്ട മിണ്ടാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛനും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി രവീന്ദ്രനും. അതിനുശേഷം സച്ചി ഞാൻ പോട്ടെ എന്നാലും എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ അവൻ പുറത്തേക്ക് പോവുകയാണ്. അതായത് കാർ ഓടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ രേവതി പുറകെ ചെല്ലുന്നുണ്ട്. അപ്പം എന്തേ വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വെറുതെ വന്നതാണെന്നൊക്കെ പറയാണ്. അങ്ങനെ രേവതിയുടെ മുഖത്തായ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ രവീന്ദ്രനും ഒരുപാട് സന്തോഷമാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ നിങ്ങൾക്കിടയിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതെന്തായാലും മോളുടെ മുഖത്ത് ഈ ഒരു ചിരി അതെന്നും നിലനിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശംസിച്ച് രവീന്ദ്രൻ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. പിന്നീടാണെങ്കിൽ സച്ചി നേരെ ടാക്സി സ്റ്റാൻഡിൽ ചെന്നിട്ട് പിന്നെയും കൺഫ്യൂഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ തനിക്ക് വേഗം തന്നെ ഒരു കുഞ്ഞുണ്ടാകുമോ, എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഇപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. കാരണം താൻ കടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. കാറിൻ്റെ അടവായാലും അതുപോലെ തന്നെ വീട്ടിലെ ചെലവുകളും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുള്ള സമയമാണിത്. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചിലവ് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ആ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവർമാരോടായിട്ട് പലരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണ് കുട്ടികളുണ്ടായത്, കല്യാണം കഴിഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും അവരോടും ചോദിക്കുകയാണ്. അപ്പം നിനക്ക് എന്താ സച്ചി പറ്റിയത് എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുകയാണ്. പറ്റാനുള്ളതൊക്കെ പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സച്ചിക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത്. വേറൊന്നുമല്ല, രവീന്ദ്രൻ്റെ ആ പെൻഷൻ്റെ കാര്യത്തിനുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ കേസിൻ്റെ ഇന്നാണ് അത് കേസ്. അപ്പോൾ അതിന് സച്ചിയോടും കൂടി അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രവീന്ദ്രൻ അവിടേക്ക് എത്താമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രവീന്ദ്രൻ ആദ്യം പോവുകയാണ്. സച്ചി ഇത്തിരി നേരം വൈകിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും അവിടേക്ക് വാദമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ജഡ്ജി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, എനിക്കിങ്ങനെ KSRTCയിലെ ഡ്രൈവറാണ് ഞാൻ, അതിലെനിക്ക് പെൻഷൻ തുക ഇദ്ദേഹം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും നാളായിട്ടും എനിക്ക് ആ പെൻഷൻ തുക കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, അതെന്താ ഇദ്ദേഹം തടഞ്ഞു വെച്ചിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ലല്ലോ നിങ്ങൾക്ക് പെൻഷൻ തരുന്നത്, പിന്നെ ഇദ്ദേഹത്തിന് തടഞ്ഞു വെക്കാൻ എന്താ അവകാശം എന്നൊക്കെ ചോദിച്ച് ജഡ്ജി അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ വർഷയുടെ അച്ഛനാണെങ്കിൽ ഓരോന്നിങ്ങനെ പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ അടിച്ചിരുത്തുകയും അതങ്ങനെ സംസാരിച്ച് അവിടെ ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും രവീന്ദ്രനോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഡ്രൈവറാണ്, 30 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു, അതിൻ്റെ പെൻഷൻ തുക അദ്ദേഹം തടഞ്ഞു വെച്ചിരിക്കുക, ഞങ്ങൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോൾ കൂടെയുള്ള നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനും അദ്ദേഹം രവീന്ദ്രന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് സച്ചി അവിടേക്ക് എത്തുന്നത്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ കോടതിയിലെ നിയമവും കാര്യങ്ങളൊന്നും അറിയില്ല, നേരെ ഓടിക്കയറുകയാണ് കോടതിയിലേക്ക്. അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ രവീന്ദ്രൻ്റെ മകനാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ഈ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇവന് ഒരു ഗുണ്ടയാണ്, ഇവൻ എല്ലാവരെയും തല്ലും, എന്നെ തല്ലിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നെ തൊട്ട് കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണ്, അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവനാണ്, അതുകൊണ്ട് തന്നെ അവൻ വെറുതെ ഇരിക്കില്ല, ഞങ്ങൾക്കിടയിൽ അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പെൻഷനൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നത് രവീന്ദ്രൻ പറയണം. അപ്പോൾ പറയുന്നുണ്ട്, ഇയാൾ സർവീസിലിരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ്, ഇതുവരെയും ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ നേരെ വർഷയുടെ അച്ഛൻ പറയുകയാണ്, അത് വെറുതെയാണ്, സർവീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നാണ് ഒരാളെ ബസ് കയറ്റി കൊന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബസ് കയറ്റി കൊല്ലേ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് രേവതിയുടെ അച്ഛൻ മരിച്ച കാര്യമാണ് പറയുന്നത്. രേവതിയുടെ അച്ഛൻ ശരിക്കും വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണതാണല്ലോ, രവീന്ദ്രൻ്റെ ഭാഗത്തുണ്ടായ തെറ്റല്ലല്ലോ. അങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കയ്യബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ അത് എൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായതല്ല, അദ്ദേഹം മനഃപൂർവ്വം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണതാണ്, അതിന് പരിഹാരം ഞാൻ കണ്ടിട്ടുമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണപ്പെട്ട ആളുടെ മകൾ എൻ്റെ മരുമകളും കൂടിയാണെന്നൊക്കെ
പറയാണ്. അപ്പോൾ അതിനുശേഷം ജഡ്ജി പറയുന്നുണ്ട്, എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇതിന് അനുകൂലമായി എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പറയാനുണ്ടോ, ഈ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനാകാതെ തലയും കുമ്പിട്ടിരിക്കുകയാണ് വർഷയുടെ അച്ഛൻ. അപ്പോൾ ആ സമയത്ത് എത്രയും വേഗം ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇത്രയും നാളത്തെ പെൻഷൻ ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം, അതുപോലെ തന്നെ ഇത്രയും നാളും തടഞ്ഞു വെച്ചതിന് 1,00,000 രൂപ കൂടുതലായിട്ട് കൊടുക്കുകയും വേണമെന്ന് ജഡ്ജി പറയുകയാണ് വർഷയുടെ അച്ഛനോട്. വർഷയുടെ അച്ഛൻ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ആകെ നാണം കെട്ട രീതിയിൽ. ഇവരുടെ മുന്നിലൊക്കെ, സച്ചിയുടെ മുന്നിലൊക്കെ നാണം കെട്ടി. അപ്പോൾ സച്ചി ആണെങ്കിൽ ഇത് ആഘോഷിക്കുന്നുണ്ട്, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും നല്ല ജഡ്ജില് നല്ല ന്യായമായ വിധിയാണ് വിധിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ അവിടെ നിന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കോടതി പിരിയുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ നമ്മുടെ വർഷയുടെ അച്ഛൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് പറയുമ്പോൾ, ഞാൻ ആ കേസ് തോറ്റു, ഞാൻ തല കുമ്പിട്ടിട്ടാണ് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതെന്തായാലും പോണെങ്കിൽ പോട്ടെ, ഇനിയിപ്പം നമ്മൾ എന്തിനാ ഇനിയിപ്പോൾ അയാളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അയാൾക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറയുമ്പോൾ, നമ്മൾ കൂടുതൽ പൈസ കൊടുക്കാനാണ് വിധി വന്നിട്ടുള്ളത്, കോടതി വിധി വന്നിട്ടുള്ളത്, അതെന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനോട് കൂടി അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ സച്ചി ഇത് ആഘോഷമാക്കുകയാണ്. അച്ഛൻ്റെ പെൻഷൻ തുക ഇനിയെല്ലാം കിട്ടും, അച്ഛൻ ഇനി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അച്ഛനെ പൂമാല ഇട്ട് തന്നെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അമ്മയോട് ആരതി എടുക്കാനും ഒഴിയാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വലിയ ആഘോഷത്തോടു കൂടി വരുമ്പോൾ എന്താണെന്നൊക്കെ ആദ്യം ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ പറയാണ്, കേസ് ജയിച്ചു, ഇനി പെൻഷൻ തുക കിട്ടാനുള്ളതെല്ലാം കിട്ടുകയും ചെയ്യും, പിന്നെ അങ്ങോട്ട് ഇനി ഒരു മുടക്കം കൂടാതെ പെൻഷൻ തുക കിട്ടുകയും ചെയ്യും, പിന്നെ കൂടുതൽ തുകയായി അയാളോട് തരാനും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. ചന്ദ്ര ആണോ എന്ന് ചോദിച്ച് കണ്ണും തള്ളി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ പൈസ കിട്ടും. അപ്പം നമ്മുടെ സുധിക്കാണെങ്കിൽ 1,00,000 രൂപ കിട്ടുമോ എന്നുള്ള രീതിയിൽ സുധിയുടെയും കണ്ണ് തള്ളിയിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തുമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, വർഷ പുറകിലായിട്ട്. അപ്പോൾ വർഷയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്തിരി ദൂരെയായിട്ട് വീട്ടിൻ്റെ മുന്നിൽ, അതായത് ഗേറ്റിൻ്റെ അവിടെ നിർത്താൻ ഇത്തിരി ദൂരെയായിട്ട് ശ്രീകാന്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് നീ കുറച്ച് അങ്ങോട്ട് 10 അടി നടക്കാനല്ലേ ഉള്ളൂ, നീ അങ്ങോട്ട് നടന്നാൽ മതി എന്ന് പറയുമ്പോൾ, അതെന്തിനാ അങ്ങനെ, എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി തരാം, അല്ലെങ്കിൽ ഞാൻ ഇതുമൊന്നും ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വർഷ. അങ്ങനെ ശ്രീകാന്തിന് നിവൃത്തിയില്ലാതെ വീടിൻ്റെ പടി വരെയും ഗേറ്റ് വരെയും കൊണ്ടുവന്നാക്കാണ്. അപ്പോൾ അല്ല, നീ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പോ എന്ന് പറയുന്നുണ്ട് വർഷ. അങ്ങനെ ശ്രീകാന്ത് വീട്ടിലേക്ക് കയറണം. അപ്പം ശരിക്കും നമ്മുടെ വർഷയുടെ അച്ഛനെ അമ്മയെയും ശ്രീകാന്തിന് അറിയില്ല. തൻ്റെ അച്ഛനുമായിട്ട് തൻ്റെ അച്ഛൻ്റെ പെൻഷൻ തുക തടഞ്ഞു വെച്ച ആളാണ് വർഷയുടെ അച്ഛൻ എന്നുള്ള കാര്യം. സ്വന്തം അച്ഛനും വർഷയുടെ അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും ആ ഒരു കാഴ്ച കാണുന്നത്. കാരണം അപ്പോഴായിരിക്കും സത്യം മനസ്സിലാക്കുന്നത്, വർഷയുടെ അച്ഛനാണ് തൻ്റെ അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്, പെൻഷൻ തുക തടഞ്ഞു വെച്ചതൊക്കെ ഇയാളാണെന്നുള്ളതാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ സമയത്ത് നീ ആ രവീന്ദ്രൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വർഷയുടെ അച്ഛൻ. അപ്പോൾ അതേ എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇവനിവിടേക്ക് വന്നതൊന്നും, പിന്നെ മകള് ഇവനെ ആയിട്ട് ചുറ്റിയടിക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേഗം ശ്രീകാന്ത് പോവുകയും ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക്. അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷം ഇതെന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല, കാരണം വർഷയുമായിട്ട് ചെറിയൊരു അകലം പാലിക്കാൻ ശ്രീകാന്ത് തീരുമാനിക്കുകയാണ്. ഇത് മുന്നോട്ട് പോയാൽ ഇത് പല പ്രശ്നങ്ങൾക്കും തുടക്കമിടും, പിന്നെ പല രീതിയിലും പ്രശ്നങ്ങളാവുമെന്ന് ശ്രീകാന്ത് മനസ്സിലാക്കിയിട്ട് അകന്നു നിൽക്കാൻ, വർഷയുടെ അരികിൽ നിന്ന് അകന്നു നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നമുക്ക് നാളെയും മറ്റന്നാളും തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.